ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മളൊരു ടൈപ്പ് പ്രോബ്ലമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമ്മൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നായിരുന്നു ചെയ്തിരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓർഡിനേറ്റ് അല്ലെങ്കിൽ x0 വാല്യൂ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്നത്. ഏരിയ തന്നിട്ടുണ്ടാകും, പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ യൂസ് ചെയ്ത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് x follows the normal distribution with the mean 10 and the standard deviation 1.5. X is normally distributed with the mean 10 and the standard deviation 1.5. Then find the value of x0 such that probability that x greater than or equal to x0 equal to 0.30 and probability that x less than or equal to x0 equal to 0.86. അപ്പോൾ നമുക്ക് x0 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം. ഇവിടെ നമുക്ക് x എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾ അല്ല, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിളാണ്. എക്സ് ഇസ് നോർമൽ വേരിയൻ്റ് ആണ്. നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ എങ്ങനെയാണ്? z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ 10, മ്യൂ ഈക്വൽ ടു 10, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു 1.5. നമുക്ക് z അറിയാം, z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് n01 എന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, സിഗ്മ എന്ന് പറയുന്നത് 1.5 ആണ്. എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ 1.5 ഫോളോസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മൾക്ക് z ഫോളോസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കിട്ടി. z എന്ന് പറയുന്നത് എക്സ് മൈനസ് 10 ബൈ 1.5 ആണെന്ന്. ഇത്രയും നമുക്കറിയാം. നമുക്കിനി ഓരോ പ്രോബ്ലം ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x0 വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x0 ഈക്വൽ ടു 0.30. അതായത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x0 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x0 പ്രോബബിലിറ്റി 0.30 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനിവിടെ നോർമൽ കർവ് വരച്ച് കഴിഞ്ഞാൽ x is equal to mu എന്നുള്ള പോയിന്റ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x0 വാല്യൂ ഇവിടെ 0.30. നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോർമൽ കർവ് അല്ല നമ്മൾ വരയ്ക്കുന്നത്, സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവിലേക്ക് വേണം. അപ്പോൾ മ്യൂ ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ 1.5. 10 സബ്ട്രാക്ട് ചെയ്യണം, 1.5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ x0 ചെയ്യണം. നോക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് 10 ബൈ 1.5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x0 മൈനസ് 10 ഡിവൈഡഡ് ബൈ 1.5. This is equal to 0.30. That is probability that the x minus 10 divided by 1.5 നമുക്ക് എങ്ങനെ കൊടുക്കാം? z എന്ന് വിളിക്കാം. z greater than or equal to ഇതിന് ഞാൻ z0 എന്ന് കൊടുക്കാം. z0 that is equal to 0.30. അപ്പോൾ z എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ് z. z0 equal to z0 എന്ന് പറയുന്നത് x0 മൈനസ് 10 ഡിവൈഡഡ് ബൈ 1.5. നമുക്ക് x0 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു z0 പ്രോബബിലിറ്റി 0.30 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ ആക്സിസ് 0.0 ആണ് വരുന്നത്, ഈ പോയിന്റ് 0. z greater than or equal to z0 ന്റെ ഏരിയ എന്ന് പറയുന്നത് 0.30. z greater than or equal to z0. z0
അപ്പോൾ അതിന് ഇപ്പോഴത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 0.5നേക്കാൾ കൂടുതലായിട്ട് വരും ഏരിയ. നമ്മൾ എന്ത് ചെയ്യണം? 0യുടെ റൈറ്റ് സൈഡിൽ വേണം Z0 മാർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇവിടെ Z0 മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ Z > Z0 എന്ന് പറഞ്ഞ പോർഷൻ. ഈ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.30. അപ്പോൾ ഈ പോർഷൻ്റെ ഏരിയ 0.30 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സെൻട്രൽ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഫുൾ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. സെൻട്രൽ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഫുൾ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. നമുക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്നത് 0ക്കും Z0നും ഇടയിലുള്ള വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ 0ക്കും Z0നും ഇടയിലുള്ള ഏരിയ നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ടോട്ടൽ 0.5 ആണ്. Z0ന്റെ ഗ്രേറ്റർ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.30 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 0.5 മൈനസ് 0.3, that is 0.2. 0.5 minus 0.3 equal to 0.2. ഈ ഏരിയ എന്ന് പറയുന്നത് 0.2 ആണ്. നമ്മൾക്ക് ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് നമുക്ക് Z0ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ Z0ന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് X0ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കുന്നത്. Z0ന്റെ വാല്യൂ എങ്ങനെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. Z0ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൻ്റെ ആ ബോഡി എന്ന് പറയുന്നത് നമുക്ക് 0ക്കും Z0നും ഇടയിലുള്ള ഏരിയയാണ് തന്നിരിക്കുന്നത്. ആ ഏരിയ എന്ന് പറയുന്നത് 0.2 ആണ്. നമ്മൾ നോക്കേണ്ടത് ഏരിയയിൽ 0.2നോട് ഏറ്റവും അടുത്ത നമ്പർ ഏത് പോയിന്റ്സിനാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ കാണിച്ചു. ഇവിടെ നോക്കാം. ഈ ടേബിളിൽ നമ്മളുടെ 0.2നോട് കാണാൻ പറ്റും. 0.2നോട് അടുത്ത ഏരിയ വരുന്നത് ഏത് വാല്യൂ ആണെന്ന് നോക്കാം. 0.2നോട് ഏറ്റവും അടുത്ത വാല്യൂ, അതായത് ഇതാണ് നമ്മളുടെ ഏരിയ. ഈ ഏരിയയിൽ 0.2നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കണം. 0.2നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഇവിടെ 0.1844. ഇതവിടെ നോക്കാം. 0.1985 ഉണ്ട്, 0.2019 ഉണ്ട്. 0.1985, 0.2019. ഇതിൽ 0.2നോട് ഏറ്റവും അടുത്ത വാല്യൂ ഏതാണ്? 0.1985 ആണ്. 0.1985 ഏത് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത്? 0.5ന് നേരെ 0.02ന് താഴെ വരുന്ന വാല്യൂ ആണ് 0.1985. ദാറ്റ് ഈസ് 0.52. അപ്പോൾ Z0ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.52. അങ്ങനെയാണ് Z0ന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഫ്രം ദി സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ we get Z0 equal to 0.52 approximately ആണ് 0.52 എന്ന് കിട്ടുന്നത്. Z0ന്റെ വാല്യൂ 0.52 കിട്ടിയിട്ടുണ്ട്. നമുക്ക് X0ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് X0ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. X0ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? Z0ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Z0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം Z0 equal to X0 minus 10 divided by 1.5 ആണ്. That is 0.52 equal to X0 minus 10 divided by 1.5. This implies ഈ 1.5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, -10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ +10 ആവും. ഇവിടെ 1.5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു വരും. അപ്പോൾ X0 equal to നമുക്ക് കിട്ടുന്നത് 0.52 into 1.5 plus 10. The multiplier add ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ
10.78 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 10.78. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞ് നമ്മൾ എക്സ് നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് നോട്ട് ഈക്വൽ ടു 10.78. ഓക്കെ, ഇതുപോലെ സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം വരുന്നത് second problem, probability that x less than or equal to x naught equal to 0.86. ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെ വീണ്ടും എക്സ് നോർമൽ വേരിയബിൾ ആണ്, അതിനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് 10/1.5 ചെയ്യും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് 10/1.5 less than or equal to x naught minus 10/1.5 equal to 0.86. That is probability that x minus 10/1.5 നെ നമുക്ക് z എന്ന് കൊടുക്കാം. z less than or equal to, ഇവിടെ z not കൊടുത്തുകൊണ്ട് ഞാൻ ഇതിന് z1 എന്ന് കൊടുക്കണം. z not എന്ന് കൊടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. equal to 0.86 where z1 equal to x naught minus 10 divided by 1.5. ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്? n01 ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കർവ് വരയ്ക്കാം. ഇതാണ് x is equal to 0 എന്നുള്ള പോയിന്റ്. then ഇവിടെ z less than or equal to z1 ന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.86 ആണ് തന്നിരിക്കുന്നത്. 0.86. ഇവിടെ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z1 ആണ് വന്നിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ നമ്മൾ z1 എവിടെ മാർക്ക് ചെയ്യുന്നു അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷനാണ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ z1 ഇവിടെ മാർക്ക് ചെയ്ത ഇതിന്റെ ലെഫ്റ്റിലേക്കുള്ള പോർഷൻ. ഈ ഏരിയ എന്ന് പറയുന്നത് 0.86 ആണ്. ഈ 0.86 നമുക്കറിയാം, 0.86 എന്ന് പറയുന്നത് 0.5-നേക്കാൾ ഗ്രേറ്റർ ആണ് വരുന്നത്. അപ്പോൾ z1 നമ്മൾ ഈ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് 0.5-നേലും ലെസ് ആയിട്ടുള്ള പോർഷൻ ഏരിയയാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് z1 എവിടെ കൊടുക്കണം? ഈ 0.5-ന് ഇപ്പുറത്തുള്ള ഒരു പോയിന്റാണ് z1 കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയയാണ് നമ്മളുടെ 0.86 എന്ന് തന്നിട്ടുള്ളത്. 0.86 z less than or equal to z1 എന്നുള്ളത് 0.86. നമുക്ക് z1 ആണ് കണ്ടുപിടിക്കേണ്ടത്. z1-ന്റെ വാല്യൂ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. ഈ z1-ന്റെ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ 0-ക്കും z1-നും ഇടയിലുള്ള ഏരിയയാണ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 0-ക്കും z1-നും ഇടയിലുള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 0.86 മൈനസ് 0.5 ചെയ്യും. 0.86 മൈനസ് 0.5 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 0.86 മൈനസ് 0.5 that is equal to 0.26. Sorry, 0.36. 0.36. ഓക്കെ, അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് 0.36 ആണ്. നമ്മളിനി സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ യൂസ് ചെയ്തിട്ട് 0.36-നോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണെന്ന് നോക്കണം. അപ്പോൾ 0.36-നോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണ്? ഏരിയയിൽ 0.36-നോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണ്? 0.3621 ഉണ്ട്, 0.3599 ഉണ്ട്. ഏതാണ് അടുത്ത് കിടക്കുന്ന വാല്യൂ? 0.3599. 0.3599 കിട്ടുന്നത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? 0.3599 എന്നുള്ളത് 1-ന് നേരെ 0.08-ന് താഴെ വരുന്ന വാല്യൂ ആണ് 0.3599. അപ്പോൾ വാല്യൂ കിട്ടുന്നത് 1.8.
sorry 1.08 1.8 അല്ല 1.08 അപ്പോൾ from the standard normal cable we get Z1 equal to 1.08 approximately 1.08 approximately Z1 ന്റെ വാല്യൂ 1.08 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ Z1 ന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x0 ന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ Z1 ന്റെ വാല്യൂ എത്രയാണ്? 1.08. Z1 equal to we know that Z1 equal to x0 minus 10 divided by 1.5. That is Z1 value 1.08 equal to x0 minus 10 divided by 1.5. 1.08 equal to x0 minus 10 divided by 1.5. That is ഈ 1.5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1.08 into 1.5 വരും. മൈനസ് 10നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 10 ആയിട്ട് മാറും. അപ്പോൾ x0 equal to 1.08 into 1.5 plus 10. Answer is 11.62. Okay, thank you.